ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടങ്ങാത്ത പകയോടെ നീലി പുരുഷന്മാരെ തേടിയതെന്തിന്? അതിനെക്കുറിച്ച് അറിയാൻ നമുക്കൊരു യാത്ര പോയാലോ? ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. അതുപോലെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കേട്ടറിഞ്ഞ പഴങ്കഥകളിലൂടെയും വാമൊഴികളിലൂടെയും മലയാളി മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കള്ളിയങ്കാട്ട് നീലി, വശ്യ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായ നീലി എന്ന രക്തദാഹിയായ യക്ഷിയുടെ വാസസ്ഥലമെന്ന് കരുതുന്നിടത്തേക്കാണ് എൻ്റെ യാത്ര. നിങ്ങളും പോന്നോളൂ എൻ്റെ കൂടെ. മുട്ടോളം എത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യവും അന്നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധന്മാരെയും ഒരുപോലെ മോഹിപ്പിച്ചു എന്നതാണ് പഴമൊഴി. സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറുപിളർന്ന് രക്തം ഊറ്റിക്കുടിക്കുന്ന ഉഗ്രരൂപമുള്ള യക്ഷിയായി കഥകളിലൂടെ മലയാളികളുടെ മനസ്സിൽ നീലി ഇന്നും ജീവിക്കുന്നു. ആരായിരുന്നു നീലി? കഥയും ചരിത്രവും ഇഴചേർന്ന് പറഞ്ഞു പഴകിയതാണ് നീലിയുടെ കഥ. പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റമായ നാഗർകോവിലിനു സമീപം പഴകന്നൂർ എന്ന പ്രദേശത്ത് കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീ താമസിച്ചിരുന്നു. അവൾക്ക് അല്ലി എന്നു പേരുള്ള അതിസുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി എന്ന അയാളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ദുർനടപ്പുകാരനും പരസ്ത്രീ തൽപരനുമായ നമ്പി പണം മോഹിച്ചു മാത്രമായിരുന്നു അല്ലിയെ വിവാഹം ചെയ്തത്. മരുമകന്റെ ഈ ദുർനടപ്പിനെക്കുറിച്ച് അറിയാനിടയായ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇതു കണ്ട അല്ലി തൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി. കാർവേണി അല്ലിയെ തടഞ്ഞുവെങ്കിലും അവൾ ചെവികൊണ്ടില്ല. അവിടെ നിന്ന് യാത്ര തുടർന്ന അവർ കള്ളിയങ്കാട് എന്ന വനപ്രദേശത്ത് എത്തിയപ്പോൾ ഇരുവരും യാത്ര നിർത്തി അല്പനേരം വിശ്രമിക്കാനിരുന്നു. നടന്നു ക്ഷീണിതയായ അല്ലി ഭർത്താവിൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി. മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന അല്ലിയുടെ കഴുത്തിലും കാതിലും കയ്യിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ട നമ്പിയുടെ മനസ്സിലെ ദുഷ്ചിന്തകൾ പുറത്തു ചാടി. അല്ലി നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ നമ്പി കയ്യിൽ കിട്ടിയ കൂർത്ത കരിങ്കല്ലുകൊണ്ട് അവളുടെ തലയിൽ സർവശക്തിയുമെടുത്ത് ആഞ്ഞടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. തുടർന്ന് ശവശരീരം അവിടെ ഉപേക്ഷിച്ച് അവളുടെ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞു. തുടർന്ന് പ്രതികാരദാഹിയായ അല്ലിയുടെ ആത്മാവ് നീലിയായി പുനർജനിക്കുകയും താൻ കൊല ചെയ്യപ്പെട്ട കള്ളിയങ്കാട്ടിൽ വാസമുറപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള കാലം ഇവിടെയായിരുന്നു നീലിയുടെ വിഹാരകേന്ദ്രം. കള്ളി മുൾച്ചെടികൾ നിറഞ്ഞ കുറ്റിക്കാട്, മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന കരിമ്പനകൾ. ആ പരിസരങ്ങളിലൊന്നും ആൾപ്പാർപ്പുമില്ല. നീലിയുടെ വരവോടെ ഇവിടം ദുർമരണങ്ങളുടെ ഇടമായി മാറി. നീലിയെ ഭയന്ന് പകൽ പോലും ആരും ഇതുവഴി പോകാതെയായി. ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഇതുവഴി വന്നാൽ നേരം പുലരുമ്പോൾ കരിമ്പനയുടെ ചുവട്ടിൽ എല്ലും തോലും തലമുടിയും നഖവും മാത്രമാവും അവശേഷിക്കുക. സ്ത്രീലമ്പടന്മാരായ നൂറുകണക്കിന് പുരുഷന്മാരെ അവൾ വശീകരിച്ചു കൊണ്ടുപോയി നെഞ്ചി പിളർന്ന് രക്തം ഊറ്റിക്കുടിച്ചു കൊന്നിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. അടങ്ങാത്ത പകയോടെ അലഞ്ഞു നടന്ന നീലിയെ ഒടുവിൽ കടമുറ്റത്ത് കത്തനാരാണ് തളച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുട്ടിക്കാലം മുതൽ കേട്ട ഈ യക്ഷിക്കഥയിലെ കള്ളിച്ചെടികൾ നിറഞ്ഞ കുറ്റിക്കാടും ഏഴിഴം പാലകളും കൂറ്റൻ കരിമ്പനകളും നിറഞ്ഞ ഭീതിപ്പെടുത്തുന്ന കള്ളിയങ്കാട് എന്നെങ്കിലും ഒരിക്കൽ നേരിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. പഴയ വനപ്രദേശം കുറേയേറെ വെട്ടിത്തെളിച്ചു. ഇന്ന് കള്ളിയങ്കാടിന് നടുവിലൂടെയാണ് നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. നാഗർകോവിലിൽ നിന്ന് 5 കിലോമീറ്റർ മാറി പാർവതിപുരം എന്ന സ്ഥലത്തിനു സമീപത്തായി പണ്ടു നീലിയെ കൊലപ്പെടുത്തിയിടത്ത് ഇന്ന് കള്ളിയങ്കാട്ട് നീലിയുടെ ക്ഷേത്രവും പ്രതിഷ്ഠയും ഉണ്ട്. അന്വേഷിച്ചപ്പോൾ ഇവിടെ ആഴ്ചയിലൊരിക്കൽ നട തുറന്ന് പൂജ നടത്താറുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. അവിടെ നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം ഉള്ളിക്ക് പോയാൽ കരിമ്പനകളും കള്ളിപ്പാലകൾ നിറഞ്ഞ ആ പഴയ കള്ളിയങ്കാടിൻ്റെ ശേഷിപ്പുകൾ കാണാം. ഈ 2026 കാലഘട്ടത്തിലും നീലിയെ ഭയക്കുന്ന പഴമക്കാരായ ചില മനുഷ്യർ ഇപ്പോഴും ആ പ്രദേശത്തുണ്ട്.
എന്നത് യാത്രക്കിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തി. കള്ളിയങ്കാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വഴിമധ്യേ ഒരു പ്രായമായ മനുഷ്യനെ കണ്ടു. എവിടെ പോകുന്നുവെന്ന് അദ്ദേഹം തമിഴിൽ ഞങ്ങളോട് ചോദിച്ചു. കള്ളിയങ്കാട് എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഇന്ത നേരത്ത് അന്ത പക്കം പോകക്കൂടാതെ എന്ന് പറഞ്ഞു. കാരണമൊന്നും ചോദിക്കാൻ നിൽക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. പൂർവികർ അവരോട് ചെയ്ത വഞ്ചനയും ചതിയും സൗകര്യപൂർവ്വം മറക്കാൻ വേണ്ടി നമ്മൾ തന്നെ മനഃപൂർവ്വം അവരുടെ മുകളിൽ ചാർത്തി കൊടുത്തതല്ലേ യക്ഷിയെന്നും രക്തദാഹിയെന്നുമുള്ള പദങ്ങൾ. കള്ളിയങ്കാട് വനപ്രദേശം അടുക്കുംതോറും കഥകളിൽ കേട്ട പോലുള്ള കരിമ്പനകളും കള്ളിച്ചെടികളും പലയിടത്തും തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട്. ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് കയറി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടെ ഭയക്കേണ്ടത് നീലിയെയല്ല, അവിടെയുള്ള ക്ഷുദ്രജീവികളെയാണ്. അതിമനോഹരമായ കാടാണെങ്കിലും അവിടെ മുഴുവൻ വിഷപ്പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണ്. നിരവധി മൂർഖം പാമ്പുകളെയാണ് ഇത്തിരി നേരം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം അത്ര സുഖകരമാവില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ കള്ളിയങ്കാടിനോട് പതിയെ വിട പറയാൻ തീരുമാനിച്ചു. പണ്ടുകാലത്ത് ഈ കള്ളിയങ്കാട് പ്രദേശം പഞ്ചവൻകാട് എന്നും ഗന്ധർവൻകാട് എന്നും പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. 1971 പുറത്തിറങ്ങിയ പഞ്ചവൻകാട് എന്ന സിനിമയിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദേവരാജൻ മാഷ് ഈണമിട്ട് യേശുദാസ് പാടിയ ആ മനോഹര ഗാനം ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂക്കുട തീർത്തു, ആരിലും അവയുടെ സൗരഭം. അയ്യോ, ഞാനൊരു പാട്ടുകാരിയൊന്നുമല്ല. ഈ വരികൾ കേട്ടപ്പോൾ ഒന്ന് മൂളിയെന്ന് മാത്രം. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.